വോട്ടർ പട്ടിക വിവാദങ്ങൾക്കിടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ബീഹാറിലെ ആദ്യത്തെ ജില്ല വൈശാലിയാണ്. വൈശാലി ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സുപ്പോളാണ്. സുപ്പോളിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവാനാണ്. ശിവാനിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സീതാമർഹിയാണ്. സീതാമർഹിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റ് ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഷിവറാണ്. ഷിവറിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് NDA സഖ്യം നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഷേഖ്പുരയാണ്. ഷേഖ്പുരയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഷരണാണ്. ഷരണിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സമസ്തിപൂരാണ്. സമസ്തിപൂർ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സർഹാസയാണ്. സർഹാസയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റോഹത്താസ് ആണ്. റോഹത്താസിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പൂർണിയയാണ്. പൂർണിയ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ്. വെസ്റ്റ് ചമ്പാരനിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പട്നയാണ്. പട്ന ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നവാഡയാണ്. നവാഡ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നളന്ദയാണ്. നളന്ദ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുസാഫർപൂരാണ്. മുസാഫർപൂരിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുൻഗറാണ്. മുൻഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധുബനിയാണ്. മധുബനിയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധേപുരയാണ്. മധേപുരയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ലഖിസറായി ആണ്. ലഖിസറായിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കട്ടിഹാർ ആണ്. കട്ടിഹാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ
3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കിഷൻഗഞ്ചാണ്. കിഷൻഗഞ്ച് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗഗാരിയയാണ്. ഗഗാരിയ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജഹനാബാദ് ആണ്. ജഹനാബാദ് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റുകളും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികളുടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ജാമുയി ആണ്. ജാമുയി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോപാൽഗഞ്ച് ആണ്. ഗോപാൽഗഞ്ച് ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗയയാണ്. ഗയ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരൻ ആണ്. ഈസ്റ്റ് ചമ്പാരനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 7 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബക്സർ ആണ്. ബക്സറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭോജ്പൂരാണ്. ഭോജ്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭഗൽപൂരാണ്. ഭഗൽപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബഗുസരായി ആണ്. ബഗുസരായി ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബാങ്കയാണ്. ബാങ്ക ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഔറംഗാബാദ് ആണ്. ഔറംഗാബാദ് ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അർവാളാണ്. അർവാളിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല അരാരിയാണ്. അരാരിയ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. NDA സഖ്യത്തിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കൈമൂർ ആണ്. കൈമൂർ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ 132 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 101 സീറ്റുകൾ വരെ NDA സഖ്യവും 10 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.